രാമസ്വാമി മുണ്ടോടകം പി പി ആർമുഖൻ ശ്രീ അങ്കണ്ണൻ ശ്രീമതി ഭാഗ്യലക്ഷ്മി ശ്രീമതി ശ്രീ ചന്ദ്രൻ ശ്രീ കന്ദസ്വാമി ശ്രീ പി എ രാജേന്ദ്രൻ പി ടി ആർമുഖൻ രാമചന്ദ്രൻ വടക്കേപ്പാർമേൽ ഗണേശൻ പി ആർ വിശാലാക്ഷി ലത മോഹനൻ ശ്രീ മോഹനൻ കുമാരി ഐശ്വര്യ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ശ്രീമതി സുമിത്ര ശ്രീമതി മീനാക്ഷി ശ്രീമതി സുശീല കെ രാധാകൃഷ്ണൻ ശ്രീ മഹേഷ് ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീമതി കോവളം രമണി പഞ്ചായത്ത് മെമ്പർ രാജുവേട്ടൻ ശ്രീമതി ബിന്ദു നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ആ സൗണ്ട് ഒന്ന് കൂട്ടോ. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹപ്രവർത്തകരെ, കൊണ്ടാഴി പഞ്ചായത്തിൽ നിന്നും നമ്മുടെ പ്രിയങ്കരിയായ എം പിക്ക് 1200 പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷം നമുക്ക് നൽകാൻ കഴിഞ്ഞു. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്ത് 2 ബൂത്തുകളാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ എം പി ഹരിദാസിനെ എം പി ആക്കാൻ അവരെ സഹായിച്ചത്. നമ്മുടെ 2 ബൂത്ത് ഏറ്റവും ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയ 101-ാം ബൂത്ത് പ്രസിഡന്റ് ശ്രീ കെ മഹേഷ്. ആ എ കെ മഹേഷിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അവാർഡ് പ്രിയങ്കരിയായി സാരഥി സമ്മാനിക്കുന്നു. മഹേഷ് 2ാം സ്ഥാനം 100-ാം ബൂത്ത് പ്രസിഡന്റ് ശ്രീ രമേശൻ, ബൂത്ത് പ്രസിഡന്റ് രമേശൻ. പ്രിയപ്പെട്ട ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കൊണ്ട് സംസാരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. 1 മിനിറ്റ്, എല്ലാരും ഒന്ന് കാണാൻ. ഇവിടെ ഉയർന്ന സ്ഥലം, അവിടെ കൂടി നിൽക്കുന്നവര് ഒന്ന് ഒതുങ്ങി നിന്ന് കൊടുക്കുക. കൂടി നിൽക്കുന്നവര് ദയവ് ചെയ്തൊന്ന് ഒതുങ്ങി നിന്ന് കൊടുക്കുക. കാണാവോ? എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നവരൊന്ന് ബാക്കിലേക്ക് ഇറങ്ങി ഉണ്ട്. പുറകിലത് അവിടെ കുറെ അമ്മച്ചിമാര് നിൽക്കുന്നത് കാണുന്നില്ല. എവിടെയാ? ഇനി ആരും ഫ്രണ്ടിലേക്ക് കയറാതിരിക്കുക, പരമാവധി ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുക. നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, കേൾക്കുന്നുണ്ടോ അമ്മച്ചി അവിടേക്ക്? നിങ്ങളൊക്കെ നൽകിയിരിക്കുന്ന പ്രാർത്ഥനയും പിന്തുണയുമാണ് ഈ വിജയത്തിന്റെ ഏറ്റവും മധുരമാക്കി വിജയത്തിനെ മാറ്റിയത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിജയമില്ല. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ വോട്ട് ചോദിച്ചു, സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും പരിചയമുള്ളവരോടും ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിച്ചവരോടൊക്കെ നിങ്ങൾ വോട്ട് ചോദിച്ചു. നിങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി മാറിക്കൊണ്ട് നിങ്ങളൊക്കെ വോട്ട് ചോദിച്ചു. അത് തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിയത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓരോ ആളുകളും ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് രമ്യ ജയിച്ചാ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കാത്ത ഒരാള് പോലുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ആ വിളി കേട്ട് ദൈവം അനുഗ്രഹിച്ചു. ഓരോ ആളുകളും നമുക്ക് വോട്ട് നൽകി. ആ വോട്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ച് വലിയ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളോട് നന്ദി പറയുന്നതിനാണ് എന്നെ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അയച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. കാരണം നിങ്ങളൊക്കെ എന്നെ സ്വീകരിച്ചത്
ഒരു അനുജത്തിയായിട്ടാണ്, ഒരു മകളായിട്ടാണ്, ഒരു സഹോദരിയായിട്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് എന്നെ കണ്ട നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? നന്ദി എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതിയാവുമോ? നിങ്ങളുമായി അത്രയും ആത്മബന്ധം നിങ്ങൾ എനിക്ക് വേണ്ടി നൽകി, എന്നോടൊപ്പം നിന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നോടൊപ്പം നിന്ന് നമുക്ക് ഈ നാടിന് വേണ്ടി നിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്നെ കാത്തുനിന്ന് പിന്തുണ നൽകി ഇനിയും മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് കൂടി നിങ്ങളും നിങ്ങളുടെ കുടുംബവും മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ സ്വീകരണത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങൾ നൽകിയ അംഗീകാരത്തിന്, നിങ്ങൾ നൽകിയ ആശീർവാദത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. സൗണ്ട് ഇല്ല, എനിക്ക് സ്ട്രെയിൻ ചെയ്ത് വൈകുന്നേരം വരെ ഇനി 3 പഞ്ചായത്തോട് സംസാരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത തവണ പാട്ട് ഉറപ്പായിട്ട് എന്റെ അമ്മമാർക്ക് വേണ്ടി ഞാൻ പാടും, ഞാൻ വരും പാടാൻ. കൊട്ടടോ. നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട MP കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ രാജാധികാരങ്ങൾക്ക് നന്ദി, നിങ്ങളുടെ വോട്ടവകാശങ്ങൾക്ക് നന്ദി, തന്നെ വിജയിപ്പിച്ച വോട്ടർമാരെ നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ പ്രിയപ്പെട്ട MP ആനന്ദൂരിന്റെ അനുഗ്രഹിക്കൊണ്ട് ഈ ചടങ്ങ് വരികയാണ്. ഇന്ത്യയിലെ മുസൽമാനെയും ഹൈന്ദവനെയും വാസിയെയും സിഖുകാരനെയും ജൈനനെയും ബുദ്ധനെയും കൃഷ്ണനെയും എല്ലാം ഒരു ചരടി കോർത്ത മുത്തുമണികളും പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനകോടികളുടെ അവകാശ സംരക്ഷണ സമര പോരാട്ടങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകിയതിലൂടെ ജനകോടികളുടെ മനസ്സിന് ഒരു മന്ത്രധ്വനി പോലെ കുടികൊള്ളുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യമുന്നണികളുടെ കലങ്ങൾക്ക് ശക്തി പകരാൻ രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ച പ്രിയമുള്ള വോട്ടർമാരെ നിങ്ങൾക്ക് നന്ദി. പ്രിയപ്പെട്ട സഖാക്കള്, ഇത് കേരളം കഥയും ബഷീറും മെട്ടിയും കൊണ്ട് ജനിച്ച നാടാണ് കേരളം. 1000 വീരസമര ഗാഹവങ്ങൾക്ക് തേരൊഴുകിയ നിയമവശം എന്ന നാട്. അമേരിക്കയില് നൊസ്റ്റാൾജിയ പോലും ചർച്ച ചെയ്യപ്പെട്ട കവികളുടെ നാട് കൂടിയ കേരളം. സംസ്കാരത്തിന്റെയും